ടു മെഡ്ഹെഡർ. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന എമറ്റിക്സ് ആണ്. എമറ്റിക്സ് ഉണ്ടാക്കുന്നു, ഇത്രയേ ഉള്ളൂ കേട്ടോ ബേസിക് പ്രിൻസിപ്പിൾ. സോ എമറ്റിക്സ് ആർ ദ ഏജന്റ് ദാറ്റ് ഇൻഡ്യൂസ് വോമിറ്റിംഗ് ആൻഡ് പ്രൈമർലി യൂസ് ഇൻ കോസ് ഓഫ് പോയിസൺ ടു എക്സ്പെൽ ടോക്സിക് സബ്സ്റ്റൻസ് ഫ്രം ദ ബോഡി. സോ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എമിസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ പോയിസൺ സമയത്ത് എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ പോയിസൺസോ ഒക്കെ ഉള്ളിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഛർദ്ദിച്ച് കളയാൻ അല്ലെങ്കിൽ ഛർദ്ദിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനമാണ് എമറ്റിക്സ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് ഡിറക്റ്റ് ആക്ഷൻ ആണ്. സം എമറ്റിക്സ് ആക്ട് ഡയറക്ട്ലി ഓൺ ദ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് കോസിംഗ് ഇറിറ്റേഷൻ, സ്റ്റിമുലേറ്റ് ഓഫ് വോമിറ്റിംഗ് റിഫ്ലെക്സ്. എക്സാമ്പിൾ മെക്കാനിസം ഇൻ അമോണിയം കാർബണേറ്റ്. അതായത് നമ്മുടെ GI ട്രാക്റ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്ത് കുരുക്കും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാക്കുന്ന സെയിം റിഫ്ലെക്സ് അവിടെ ഫോം ചെയ്ത് പുറത്തേക്ക് കളയുന്നു. എക്സാമ്പിൾ അമോണിയം കാർബണേറ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിറക്റ്റ് ആക്ഷൻ ആണ്. അതർ ആക്ട് ഇൻഡിറക്ട്ലി ബൈ അഫക്റ്റിംഗ് ദ വോമിറ്റിംഗ് സെന്റർ ഓർ കീമോ റിസെപ്റ്റർ ട്രിഗർ സോൺ ഇൻ ദ ബ്രെയിൻ സ്റ്റം. നമ്മുടെ ബ്രെയിൻ സ്റ്റമ്മിൽ CTZ അല്ലെങ്കിൽ കീമോ റിസെപ്റ്റർ ട്രിഗർ സോണോ അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻറ്ററോ ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുന്നു, ഇൻഡയറക്ട്ലി അഫക്റ്റ് ചെയ്തിട്ട് വോമിറ്റിംഗ് ഉണ്ടാക്കുന്നു. സബ്സ്റ്റൻസ് ലൈക്ക് കോപ്പർ സൾഫേറ്റ്, ആൻറ്റിമണി, പൊട്ടാസ്യം ടാർട്ടാറേറ്റ് ഒക്കെയാണ് ബേസിക്കലി ഈ ഒരു മെക്കാനിസത്തിൽ ഇൻഡയറക്റ്റ് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ച് ഡ്രഗ്സ് പഠിക്കാൻ 2-3 ഡ്രഗ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് copper sulfate. So chemical formula CuSO4.5H2O ആണ്. molecular weight 249.7 ആണ്. Standards contain not less than 98.5% and not more than 101.0%. Okay. So synonym പറയുവാണെങ്കിൽ cupric sulfate അല്ലെങ്കിൽ blue vitriol important ആണ്. So preparation പറയുവാണെങ്കിൽ produced by the reaction of copper sulfuric acid oxygen. So basically copper sulfate ഉണ്ടാക്കുന്നത് കോപ്പറും സൾഫ്യൂരിക് ആസിഡും ഓക്സിജനും വെച്ചിട്ടാണ്. ഈ മൂന്നിൻ്റെ റിയാക്ഷൻ കാരണത്തിലാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടാകുന്നത്. സോ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ കണ്ടില്ലേ, ഡീപ്പ് ബ്ലൂ കളർ അല്ലേ ഉണ്ടാവുക. ആൻഡ് ട്രൈക്ലിനിക് ക്രിസ്റ്റൽ സോലബിൾ ഇൻ വാട്ടർ ആണ്. നമ്മൾ അസേ ചെയ്യുന്നത് ഡിറ്റർമൈൻഡ് ബൈ റിഡോക്സ് ആൻഡ് ഐഡോമെട്രിക് ടൈട്രേഷൻ. സോ റിഡോക്സ് വഴിയിട്ടോ അല്ലെങ്കിൽ ഐഡോമെട്രിക് ടൈട്രേഷൻ വഴിയിട്ടാണ് നമ്മൾ കോപ്പർ സൾഫേറ്റ് നമുക്ക് അറിയാൻ പറ്റുക കേട്ടോ. സോ മെഡിസിനൽ യൂസ് പറയുവാണെങ്കിൽ എംപ്ലോയ്ഡ് ആസ് എമറ്റിക് തന്നെയാണ്. ആൻഡോഡ് ഫോർ ഫോസ്ഫറസ് പോയിസണിങ് നമുക്ക് ആൻഡോഡായിട്ട് കൊടുക്കാൻ പറ്റും. ആൻഡോഡ് വെച്ചാൽ ഓപ്പോസിറ്റ് ആക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു വിഷം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കില്ലേ, അതാണ് ആൻഡോട്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ അതുമാത്രമല്ല അസ്ട്രിഞ്ചൻ്റ് ആണ്, ഫംഗിസൈഡ് ആണ്. ഷുഡ് ബി സ്റ്റോർഡ് ഇൻ പ്രൊട്ടക്ട് ഫ്രം ലൈറ്റ് ആൻഡ് മോയ്സ്ചർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. സോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് സിനോണിം നോക്കുക, പിന്നെ പ്രോപ്പർട്ടീസ് നോക്കുക. അസേ ചെയ്യേണ്ട റിഡോക്സും ഐഡോമെട്രിക് ടൈട്രേഷൻ ആണ്. സോ മെഡിസിൻ യൂസ് ഉണ്ട്, എമറ്റിക് ആണ്, ഫോസ്ഫറസ് പോയിസണിങ് ആൻഡോട്ട് ആണ്, അസ്ട്രിഞ്ചൻ്റ് ഫംഗിസൈഡ് ആണ് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ്. KSBOC4H4O6 ആണ്. 333.93 ആണ് മോളിക്കുലർ വെയിറ്റ്. സ്റ്റാൻഡേർഡ്സിൻ്റെ 99.0%, 103-നേക്കാളും കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. സോ സിനോണിം ടാർട്ടാർ എമറ്റിക്. സോ ചില സമയത്ത് പൊട്ടാസ്യം ടാർട്ടാറിനെ ടാർട്ടാർ എമറ്റിക് എന്ന് ചിലപ്പോൾ നിങ്ങൾ കാണൂ കേട്ടോ. സോ പ്രിപ്പറേഷൻ പറയുന്നത് ഒബ്റ്റെയിൻഡ് ബൈ റിയാക്ടിങ് പൊട്ടാസ്യം ബിട്രോറേറ്റ് വിത്ത് ആൻറ്റിമണി ട്രൈ ഓക്സൈഡ്. സോ ഇതൊക്കെയാണ് പൊട്ടാസ്യം ബിട്രോറേറ്റും ആൻറ്റിമണി ട്രൈ ഓക്സൈഡും കൂടെ റിയാക്ഷൻ ചെയ്യുമ്പോഴാണ് ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ പ്രിപ്പറേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം കേട്ടോ. സോ പ്രോപ്പർട്ടീസ് കളർലെസ് ക്രിസ്റ്റൽ ആണ്, എഫ്ലോറസെൻ്റ് ആണ്, സോലബിൾ ഇൻ വാട്ടർ ആണ്, ഇൻസോലബിൾ ഇൻ ആൽക്കഹോൾ ആണ്. മെഡിസിൻ യൂസ് യൂട്ടിലൈസ്ഡ് ആസ് എൻ എമറ്റിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്താണ് വെൽ പ്രൊട്ടക്റ്റഡ് കണ്ടെയ്നറിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. സോ ഫോമുല നോക്കുക, KSBOC4H4O6 ആണ്. സോ ഞാൻ പറഞ്ഞു, പ്രിപ്പറേഷൻ പറഞ്ഞു, പൊട്ടാസ്യം ബിട്രോറേറ്റ് വിത്ത് ആൻറ്റിമണി ട്രൈ ഓക്സൈഡ് ടാർട്ടർ എമറ്റിക് എന്ന് പറയാറുണ്ട്. എമറ്റിക് ആണ്, വെൽ സ്റ്റോർഡ് കണ്ടെയ്നറിൽ വേണം വെക്കേണ്ടത്. സോ ഈ 2 ഡ്രഗ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ നെക്സ്റ്റ് ഇടണം. ബൈ.